അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ വരെയാണല്ലോ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഉസ്താദൊക്കെ ദുആ ചെയ്ത് നമ്മൾ കൊടി ഉയർത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. കുട്ടികളുടെ ഫ്ലവർ ഷോ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ ആ ഒരു വീഡിയോസൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും വിട്ടുപോരുത്. അങ്ങനെ മോന് ഇവിടെ ബലൂണൊക്കെ കൊടുത്ത് സെറ്റാക്കി താത്താനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മോള് ഇവിടെ റാലിക്ക് പോകാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ മോള് നിൽക്കുന്നുണ്ട്. അപ്പോൾ റാലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പോട് കൂടിയിട്ട് എല്ലാ മക്കളും റെഡി ആയി നിൽക്കുന്നുണ്ട്. അതിൻ്റേതായ ഭാരവാഹികളും മെമ്പേഴ്സൊക്കെ മക്കളെ നിയന്ത്രിക്കാനും കൂടെ ഉണ്ട്. അതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാപ്പമാരും കൂടെ പോകുന്നത് കൊണ്ട് ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഞാൻ വീഡിയോ ആഡ് ചെയ്യാനായിട്ട് വിട്ടുപോയി. സ്വീറ്റ്സും പിന്നെ പായസം അതുപോലെ മധുര പലഹാരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസൊന്നും എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് റാലി പോയതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പള്ളി. നമ്മുടെ വീടിന് അടുത്തായിട്ട് തന്നെയാണ് പള്ളി ഉള്ളത്. മദ്രസയും ഇവിടെ തന്നെയാണുള്ളത്. നമ്മൾ കുറച്ച് നേരത്തെ നിന്ന ആ ഭാഗത്താണ് മദ്രസ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. പിന്നെ വീട്ടിൽ നിന്ന് നേരെ താത്താൻ്റെ വീട്ടിലേക്ക് പോവാണ്. താത്താൻ്റെ വീട് ഇവിടെ നിന്ന് നടക്കേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. 2 വളവ് തിരിഞ്ഞാൽ താത്താൻ്റെ വീടായി. അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയുള്ള ഭാഗമാണ്. പക്ഷേ ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തൂന പിടിച്ച് കാട് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഈ ഒരു റോഡ് വരുന്നത് കനാൽ റോഡാണ്. കനാൽ ആയതുകൊണ്ടാണ് ഇവിടെ ഇത്രയും മാത്രം ചെടികളും അതുപോലെ കാട് പോലെ പിടിച്ച് നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഈ കാട് പിടിച്ച് നിൽക്കുന്ന ചെടികളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കാണാനായിട്ടും ഇതിലൂടെ നടക്കാനായിട്ടും നല്ല രസമാണ്. കനാൽ റോഡ് ആയതുകൊണ്ട് തന്നെ കനാലുള്ളത് കൊണ്ട് നല്ല രസമാണ് ഈ വഴി നടക്കാനായിട്ട്. അപ്പോൾ ഇതിനപ്പുറത്തെ സൈഡായിട്ടാണ് താത്താൻ്റെ വീട് വരുന്നത്. നമ്മുടെ നബിദിന റാലി ചുറ്റി തിരിഞ്ഞ് വരുന്ന വഴിക്ക് ഇതിലൂടെയും പാസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കളി, പിന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു കളി, അങ്ങനെയൊക്കെ കളിച്ചിട്ടാണ് മക്കൾ നേരെ പള്ളിയിലേക്ക് തിരിച്ചു പോവാറ്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാലോ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വരാറുണ്ട്. അതുപോലെ ഇന്നും വന്നിട്ടുണ്ട്. അങ്ങനെ വീടെത്തി വീട്ടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ഒച്ചിനെ കണ്ടു. അതാണ് മോൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്ന സമയം പോയത് തന്നെ അറിഞ്ഞില്ല. അപ്പോഴേക്കും നബിദിന റാലി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കളുടെ ദഫ് കളിയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങാൻ നേരം മാവേലിയെയും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.